and for the same reason, I would like to talk more about, say, feminism, and specifically looking at what does it mean to think about and talk about feminism in the contemporary context. And some of the issues connecting it with the concepts like gender justice, and issues and debates which are like the controversial issues, or some of the most important challenging debates happening around students and teachers in this today's context. So I will try my best to be within time, and please let me know if I'm crossing the time limit. I can മലയാളവും ഇംഗ്ലീഷും മലയാളം വളരെ കുറച്ച് സംസാരിക്കാൻ രണ്ടും കൂടെ മിക്സ് ചെയ്ത് സംസാരിക്കാൻ ശ്രമിക്കാം. ഒരു ഫെമിനിസം എന്നുള്ള ഒരു ഐഡിയോളജി അല്ലെങ്കിൽ ഒരു പെർസ്പെക്റ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ തോട്ടായിട്ടോ ഒരുപാട് തരത്തില് ഫെമിനിസത്തെ കാണാൻ സാധിക്കും. പക്ഷെ അതേസമയം എന്താണ് ഫെമിനിസം എന്ന് നമ്മുടെ പ്രിൻസിപ്പിൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫെമിനിസം എന്താണ്, അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് ആരാണ്, എന്തുകൊണ്ട് ആൾക്കാർ ഫെമിനിസ്റ്റ് ആകുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് ആകാൻ പാടില്ല എന്നതിനെ കുറിച്ച് വളരെ കൃത്യമായ നിലപാടുകൾ എല്ലാവർക്കും ഉണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെ ഒരു ഫെമിനിസ്റ്റ് ആണ് എന്ന് പറയുന്ന ആൾക്കാർ വളരെ വളരെ അപൂർവമാണ്. അപ്പോൾ അതൊരു ചെറിയ ഒരു ഭയത്തോടെയാണ് പൊതുവെ എല്ലാവരും അതിനെ കാണാറുള്ളത്. പ്രത്യേകിച്ചും അത് സ്ത്രീകൾ മാത്രമാണ് ഫെമിനിസ്റ്റുകൾ മെജോറിറ്റി ആകേണ്ടത് അല്ലെങ്കിൽ ആകാൻ പാടുള്ളൂ. പുരുഷന്മാർക്ക് ഫെമിനിസ്റ്റ് ആകാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ചും വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്പേസ് അതിനെ കുറിച്ച് ആൾക്കാരെ അതിൽ ഇടപെടുമ്പോഴുണ്ട്. എന്ത് ഇസത്തെ കുറിച്ചാണെങ്കിലും, അതായത് തുടക്കത്തിലെ ഫെമിനിസം ഒരു വെസ്റ്റേൺ ഡിബേറ്റ് ആണ് എന്നുള്ള ഒരു ചർച്ചയിൽ നിന്ന് തന്നെ അതിനുശേഷം ഒരു തേർഡ് വേൾഡ് ഫെമിനിസത്തിന്റെ കോണ്ടെക്സ്റ്റില് തേർഡ് വേൾഡിലെ ഫെമിനിസ്റ്റുകൾ വെസ്റ്റേൺ ഫെമിനിസത്തെ ചോദ്യം ചെയ്തു വരാനവസ്ഥയില് ഫെമിനിസത്തിന് വേറൊരു ലോക്കൽ റെലവൻസ് അല്ലെങ്കിൽ തേർഡ് വേൾഡ് ഒരു പെർസ്പെക്റ്റീവ് അതിൽ നിന്ന് ഉയർത്തിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ഇതിനെ കുറിച്ചൊക്കെ ഒരുപാട് ആൾക്കാർ അക്കാഡമിക്സിലും അതിന് പുറത്ത് ആക്ടിവിസ്റ്റ് സ്പേസിലും എഴുതുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും കോമൺ ഒരു എവറിഡേ ലൈഫിന്റെ നമ്മുടെ ലാംഗ്വേജിൽ അല്ലെങ്കിൽ എവറിഡേ ലൈഫിൽ നമ്മൾ എന്ത് പ്രാക്ടീസ് ചെയ്യുന്നു ആ രീതിയിൽ നോക്കുമ്പോൾ ഒരു ഫെമിനിസം എന്ന ഒരു തോട്ട്, അതായത് ഒരു മാർക്സിസ്റ്റ് തോട്ട് ആണെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഇസത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് വെസ്റ്റേൺ ആണ് എന്ന് ഇമ്മീഡിയറ്റ്ലി ആരും അങ്ങനെ ഒരു ഒബ്ജെക്ഷൻ ആ രീതിയിലല്ല നമ്മളതിനെ നോക്കാറ്. പക്ഷെ ഒരുപാട് ആൾക്കാർ എവറിഡേ ലൈഫിൽ സാധാരണക്കാരായ സ്ത്രീകൾ അല്ലെങ്കിൽ ഫെമിനിസം എന്ന ഒരു ലോക്കൽ കമ്മ്യൂണിറ്റി ഒരു ഡിബേറ്റിനുള്ളിൽ ഇതൊരു വെസ്റ്റേൺ എവിടുന്നോ അപ്പർ കാസ്റ്റ് അപ്പർ ക്ലാസ് എലീറ്റ് സ്ത്രീകളുടെ ഒരു രാഷ്ട്രീയ വിചാരധാരയായിട്ട് അതിനെ ഒതുക്കി നിർത്തിയാൽ ഇതിനെ എളുപ്പം മാർജിനലൈസ് ചെയ്യാൻ പറ്റും എന്ന ഒരു രീതിയിലാണ് അതിനെ കാണാറുള്ളത്. അപ്പോ എനിക്ക് പറയാനുള്ളത് ആ ഒരു രീതിയിൽ നമ്മള് വെസ്റ്റേൺ അല്ലെങ്കിൽ ഒരു എലീറ്റ് പെർസ്പെക്റ്റീവ് എന്ന രീതിയിൽ അതിനെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അത് എല്ലാ ഐഡിയോളജിയെ കുറിച്ചും എല്ലാ പൊളിറ്റിക്കൽ തോട്ടിനെ കുറിച്ചും അതേ ഒരു പൊസിഷൻ മുമ്പോട്ട് വെച്ച് അതിന് അങ്ങനെയാണെങ്കിൽ അത് മാർക്സിസം ആണെങ്കിലും ഗാന്ധിസം ആണെങ്കിലും ഏത് ഇസം ആണെങ്കിലും അതിനൊരു ലോക്കൽ കോണ്ടെക്സ്റ്റിലുള്ള റെലവൻസിനെ കുറിച്ച് ഒരു ക്രിട്ടിക്കൽ ഇതിലൂടെ റേസ് ചെയ്യാനായിട്ടും അതിനെ ആ ഒരു പെർസ്പെക്റ്റീവിൽ കൊണ്ടുവരാനായിട്ടും സ്റ്റുഡൻസിന് പ്രത്യേകിച്ചും കഴിയണം എന്ന ആ ഒരു ഡിബേറ്റിലേക്ക് സ്റ്റുഡൻസ് വരണം എന്ന ഒരു പോയിന്റ് ഞാനിവിടെ വെക്കാൻ ആഗ്രഹിക്കുന്നു. അതേസമയം ഒരു പൊളിറ്റിക്കൽ പ്രാക്ടീസ് ഫെമിനിസത്തിന്റെ അത് ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ കൊണ്ടുവന്നിട്ടുള്ള കുറെ ചലഞ്ചുകളുണ്ട്. അത് പ്രത്യേകിച്ചും ഒരു ജെൻഡർ എന്ന വാക്കിന്റെ എൻട്രിയോടുകൂടി വന്നിട്ടുള്ള മാറ്റങ്ങൾ, അതായത് ഒരു കൺസെപ്റ്റ് എന്നുള്ള രീതിയിൽ ജെൻഡർ അല്ലെങ്കിൽ ജെൻഡർ സ്റ്റഡീസ് എന്ന ഒരു ഡിസിപ്ലിൻ, വിമൻ സ്റ്റഡീസ് എന്നുള്ള ഒരു ഡിസിപ്ലിൻ, ഞങ്ങളൊക്കെ ജെൻഡർ സ്റ്റഡീസ് എന്നുള്ള ഡിസിപ്ലിൻ പഠിപ്പിക്കുമ്പോൾ അതിൽ ആരാണ് പഠിക്കുന്നത്? അത് സ്റ്റുഡൻസ്
സ്റ്റുഡൻസ് ആൺകുട്ടികളും പെൺകുട്ടികളുമായിട്ടുള്ള സ്റ്റുഡൻസ് അതിൽ വരുമ്പോൾ അപ്പോൾ അത്തരം സ്റ്റുഡൻറ് ആ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരു ഫെമിനിസം എന്ന പൊളിറ്റിക്കൽ ഐഡിയോളജിയുടെ റെലവൻസ് അല്ലെങ്കിൽ പേട്രിയാർക്കി എന്ന ഒരു ബ്രോഡർ സിസ്റ്റത്തിന് അതൊരു മെയിൽ ഡൊമിനേറ്റഡ് എന്നുള്ള ഒരു അപ്പുറമായിട്ട് ഒരു സ്ട്രക്ചറൽ ആയിട്ട് ഒരു സ്ത്രീയും പുരുഷനും ഇൻവോൾവ് ആയിട്ടുള്ള ഒരു പേട്രിയാർക്കി സിസ്റ്റം ഒരുപോലെ അതിൽ വിശ്വസിക്കുന്നവർ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് പേട്രിയാർക്കി എന്ന രീതിയിൽ ഒരു ബ്രോഡർ പെർസ്പെക്റ്റീവ് അതിനെ കാണാനും പഠിക്കാനും ആ രീതിയിൽ തന്നെ ഒരു ജെൻഡർ പെർസ്പെക്റ്റീവിൽ നിന്ന് അതിൽ പലതരത്തിലുള്ള ജെൻഡേഴ്സ് ഈ പറഞ്ഞ പോലെ സ്ത്രീക്കും പുരുഷനും ഒപ്പരം പലതരത്തിലുള്ള ജെൻഡർ ഐഡന്റിറ്റീസ് അതിന്റെ റെലവൻസ് സെക്ഷുവാലിറ്റി അത് കൊണ്ടുവന്നിട്ടുള്ള ഡിബേറ്റ്സ് അതിന് വളരെ വളരെ ബ്രോഡറായിട്ടൊരു ഫ്രെയിംവർക്കില് ഇന്നത്തെ അക്കാഡമിക് ഡിബേറ്റിലും അല്ലാതെ പൊളിറ്റിക്കൽ ഡിബേറ്റിലും സോഷ്യൽ മൂവ്മെന്റ്സിലും എല്ലാം തന്നെ അതിന്റെ റിഫ്ലക്ഷൻസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതനുസരിച്ച് ഡിസിപ്ലിനും പൊളിറ്റിക്കൽ മൂവ്മെന്റ്സിനും വന്നിട്ടുള്ള മാറ്റങ്ങൾ ഈ ഡിസിപ്ലിനും അതും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ അത്തരത്തിലൊരു ഡയലോഗിന്റെ ഒരു റെലവൻസ് ഈ മൂവ്മെന്റിനെ കുറിച്ച് പഠിക്കുന്നതിനൊപ്പം തന്നെ അക്കാഡമിക്സിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ റിഫ്ലക്ട് ചെയ്യാനായിട്ട് ഇത്തരം ഒരു ഡിബേറ്റ്സിലൂടെ സ്റ്റുഡൻസിന് ശരിക്കും ഒരു റെലവൻസ് അത് കൊണ്ടുവരുന്നുണ്ട്. ഒരു സോഷ്യൽ മൂവ്മെന്റ്സ് അതായത് ഇപ്പോ മുമ്പ് ഈ സ്ത്രീ അല്ലെങ്കിൽ സ്ത്രീ എന്നൊരു ഐഡന്റിറ്റി സബ്ജക്ട് ആ സബ്ജക്ട് ഇന്നുണ്ടോ അത് നഷ്ടപ്പെട്ടു അങ്ങനെയാണെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോയ ഒരു കോണ്ടെക്സ്റ്റിൽ ഫെമിനിസത്തിന്റെ റെലവൻസ് എന്താണ് എന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഡിബേറ്റ് ആണ്. അങ്ങനെയാണ് കുറച്ച് നാല് വെസ്റ്റിലൊക്കെ പോസ്റ്റ് ഫെമിനിസം എന്ന രീതിയിലുള്ള കുറെ ഡിബേറ്റ്സ് ഒക്കെ വന്നത്. അത് ഫെമിനിസം കഴിഞ്ഞു പോയൊരു കാര്യമാണ്. പോസ്റ്റ് മോഡേൺ ഡിബേറ്റ്സിന്റെ കോണ്ടെക്സ്റ്റിൽ ഒരുപാട് റൈറ്റിംഗ്സ് അതിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് ഒരു ഐഡന്റിറ്റി ഒരു സ്ത്രീ എന്നുള്ള ഒരു സബ്ജക്ട് ആ സബ്ജക്ട് ഇന്നുണ്ടോ ആ സബ്ജക്റ്റിന് മാറ്റങ്ങൾ വന്നെങ്കിൽ ആ സബ്ജക്ട് ഇല്ലാത്തപ്പോൾ ഫെമിനിസ്റ്റ് എന്നുള്ള പൊളിറ്റിക്സിന്റെ റെലവൻസ് എന്താണ് എന്നതിനെ കുറിച്ചും. അപ്പോ ഈ ഇപ്പോ സ്ത്രീ തന്നെ പല സ്ത്രീകളായി മാറുന്നു. അതായത് എലീറ്റ് വൈറ്റ് സ്ത്രീ അല്ലെങ്കിൽ വൈറ്റ് പുരുഷൻ എന്ന് പറഞ്ഞ പോലെ വൈറ്റ് സ്ത്രീ അതിൽ നിന്ന് മാറി നമ്മളിപ്പോ ഏത് സ്ത്രീ ഏത് കോണ്ടെക്സ്റ്റിൽ എങ്ങനെ സംസാരിക്കുന്നു, ദളിത് സ്ത്രീയാണോ മുസ്ലിം സ്ത്രീയാണോ ആദിവാസി സ്ത്രീയാണോ, ഈ പലരുടെയും പല ലൊക്കേഷനെ കുറിച്ചും അതിന്റെ റെലവൻസിനെ കുറിച്ചും നേരത്തെ ശിവ സൂചിപ്പിച്ചതുപോലെ ആ ഒരു യൂണിവേഴ്സൽ നോളജ് ഇതിനെ നമ്മൾ ചോദ്യം ചെയ്തു തുടങ്ങിയ സമയത്ത് തന്നെ പല പല സ്റ്റാൻഡ് പോയിന്റുകൾ ഉയർന്നു വന്നപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പിന്നെന്താണ് ഫെമിനിസത്തിന്റെ റെലവൻസ്? അതിൽ ഫെമിനിസം വേണമെന്ന് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ വുമൻ എന്ന ഒരു സബ്ജക്ട് ആ സബ്ജക്ട് ഒന്നുണ്ടോ? ആ സബ്ജക്ട് ഉണ്ട്, അതേസമയം അതിന്റെ റെലവൻസ് എന്താണ്? ആ സബ്ജക്ട് നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു പ്ലൂറൽ ആയിട്ടുള്ള എക്സിസ്റ്റൻസിലൂടെ എങ്ങനെ ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ പറ്റും? അപ്പോ ഇപ്പോ ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റില് ഈ പറഞ്ഞ പലതരത്തിലുള്ള ഐഡന്റിറ്റി മൂവ്മെന്റ്സും അതേസമയം സെക്ഷുവാലിറ്റി എന്ന ഒരു മൂവ്മെന്റ് സെക്ഷുവാലിറ്റി റൈറ്റ്സ് മൂവ്മെന്റ്സിലൂടെ വന്നിട്ടുള്ള പലതരത്തിലുള്ള മനുഷ്യന്റെ തന്നെ ഐഡന്റിറ്റിയിലും ജെൻഡറിലും വന്നിട്ടുള്ള മാറ്റങ്ങൾ. അതായത് ഇന്നിപ്പോ ഒരു ആണിന് പെണ്ണാവാനോ പെണ്ണിന് ആണാവാനോ ആണുങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാനോ ഒന്നും വലിയ വിഷയമുള്ള കാര്യമല്ല. ഒരു നമ്മള് ജാതി കാസ്റ്റ് മാറ്റുന്നത്ര എളുപ്പം അതിലെ വളരെ എളുപ്പമാണ് ജെൻഡർ മാറ്റാനായിട്ട് അല്ലെങ്കിൽ സെക്ഷുവാലിറ്റി മാറ്റാനായിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഈ പറഞ്ഞ ഫെമിനിസത്തെ കുറിച്ചും സെക്ഷുവാലിറ്റി കുറിച്ചും ജെൻഡറിനെ കുറിച്ചുള്ള ഡിബേറ്റ്സിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പുതിയ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഡിബേറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ റെലവൻസും അതിനെ കുറിച്ചുള്ള പഠനങ്ങളും ഇന്നത്തെ ഈ ഡിബേറ്റിനെ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതേ കോണ്ടെക്സ്റ്റിലാണ് നമ്മളപ്പോ പുരുഷന്മാരുടെ റോള് അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് പൊളിറ്റിക്സിൽ പുരുഷന്മാരുടെ സ്ത്രീകളുടെയോ പലതരത്തിലുള്ള ഐഡന്റിറ്റിയിൽ പൊസിഷൻസ് എന്ന് വരുന്ന ഒരു റെലവൻസിനെ ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ കൊണ്ടുവരുന്നത്. അത് ഈ പറഞ്ഞ പോലെ ഈ ഫെമിനിസം ആൻഡ് ലോയെ കുറിച്ച് നിങ്ങൾ ഇന്ന് സംസാരിക്കുന്നത് പോലെ തന്നെ ഫെമിനിസം ആൻഡ് എന്ന രീതിയിൽ ഒരുപാട് ഡിസിപ്ലിൻസിലും അല്ലെങ്കിൽ അക്കാഡമിക് ഡിസിപ്ലിൻസിനുള്ളിൽ തന്നെ വിമൻ സ്റ്റഡീസ് ജെൻഡർ സ്റ്റഡീസ് ആവാം, ജെൻഡർ സ്റ്റഡീസ് സെക്ഷുവാലിറ്റി സ്റ്റഡീസ് ആവാം, സെക്ഷുവാലിറ്റി സ്റ്റഡീസ്
ഗെയ്, ലെസ്ബിയൻ അല്ലെങ്കിൽ ഒരുപാട് ഐഡന്റിറ്റീസിൽ ഫോക്കസ് ചെയ്യുന്ന അത് വെസ്റ്റിനെ ഫോളോ ചെയ്തിട്ടായാലും അല്ലെങ്കിലും പലതരത്തിലുള്ള സ്റ്റാൻഡ് പോയിന്റ്സ്, അത് ഒരു പുതിയ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മുസ്ലിം വിമൻ സ്റ്റാൻഡ് പോയിന്റ് അല്ലെങ്കിൽ ട്രൈബൽ വിമൻ സ്റ്റാൻഡ് പോയിന്റ്, ഇതെല്ലാം പുതിയ പോസിബിലിറ്റീസ് കൊണ്ടുവന്നിട്ടുണ്ട് ഫെമിനിസ്റ്റിനുള്ളിൽ. അതുപോലെ തന്നെ ഒരു മെയിൽ സ്റ്റാൻഡ് പോയിന്റും, അതായത് ഒരു പ്രത്യേക രീതിയിൽ എങ്ങനെയാണ് ഫെമിനിസം എന്ന ഒരു പൊളിറ്റിക്കൽ തോട്ട് ഒരു മെയിൽ ഒരു മസ്കുലിൻ ലൈഫിനും വളരെ പ്രോഗ്രസീവായ രീതിയിൽ മാറ്റാൻ സഹായിക്കും എന്ന രീതിയിലും ഒരു പുതിയ തരത്തിലുള്ള മസ്കുലിനിറ്റി സ്റ്റഡീസ് എന്നുള്ള ഡിസിപ്ലിനിലൂടെ ഒരുപാട് റൈറ്റിംഗ്സും ഡിബേറ്റ്സും വരുന്നുണ്ട്. അപ്പൊ അതിൽ വളരെ കൃത്യമായ ഒരു ഇമ്പാക്ട് ഫെമിനിസ്റ്റ് പൊളിറ്റിക്സിൽ നമുക്കന്ന് കാണാൻ പറ്റും. അത്തരം ഡിബേറ്റ്സ് വളരെയധികം ഇങ്ങനത്തെ ഒരു വിഷയത്തെ കോൺട്രിബ്യൂട്ട് ചെയ്യുകയും എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മാർച്ച് എന്ന് പറഞ്ഞൊരു മാസം പൊതുവെ എല്ലാവരും മാർച്ച് 8 അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ സ്ത്രീകളെ കുറിച്ച് സംസാരിക്കാൻ ഒരു സ്ലോട്ട് അവിടെ ഉണ്ടാക്കി വെക്കാനുള്ള ഒരു സമയമാണ്. അത് പൊതുവെ മാർച്ച് എന്നുള്ള മാസത്തിന് മറ്റു പല പ്രത്യേകതകളും നമുക്ക് എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഒരുപാട് ഇവന്റ്സ് ഓർഗനൈസ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ സ്ത്രീകളെ കുറിച്ചൊരു ഇവന്റ് ഉറപ്പായിട്ടും ആ സമയത്ത് ഉണ്ടാകാറുണ്ട്. ഒരു ദിവസം ഒരു ഡേ നമ്മൾ ആഘോഷിക്കുമ്പോൾ, അപ്പൊ അങ്ങനെയാണല്ലോ മാർച്ച് 8 എന്നുള്ള ആഘോഷം വരുന്നത്. അല്ലെങ്കിൽ ഇതിപ്പോ December 10th ആവാം, ഹ്യൂമൻ റൈറ്റ്സ് ഡേ, എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു ഡേ ആയി മാറുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് മദേഴ്സ് ഡേ ആകാം, ഫാദേഴ്സ് ഡേ ആകാം, നിങ്ങൾക്കൊക്കെ ഒരുപാട് അങ്ങനെ ഒരു ലോങ് ലിസ്റ്റ് ഇപ്പൊ നിങ്ങളുടെ പരിചയത്തിലുണ്ടാവും. അപ്പോ ആ ഒരു ദിവസത്തിന്റെ അപ്പുറസത്തിന്റെ ഒരു ചരിത്രത്തിൽ വെച്ച് നോക്കുമ്പോൾ മാർച്ച് 8 എന്നതിന്റെ ചരിത്രം നിങ്ങൾ എല്ലാവരും മിക്കവാറും വായിച്ചിട്ടുള്ളതായിരിക്കാം. സ്ത്രീകൾ എന്നുള്ള ഒരു തൊഴിലാളി എന്ന രീതിയിൽ സ്ത്രീകളെ അംഗീകരിക്കുന്നത്, അതേസമയം വലിയ അന്നത്തെ ഒരു അച്ചീവ്മെന്റ്, ഒരു വലിയൊരു ഡിബേറ്റ്, മണിക്കൂറുകൾ ജോലി ചെയ്യുന്നത് 8 മണിക്കൂർ എന്നത് ഒരു അവകാശം നേടിയെടുക്കുന്നതിനെ കുറിച്ച് ആ ഒരു ചരിത്രമായിട്ട് അതിന് ബന്ധമുണ്ട്. എന്നാൽ 8 മണിക്കൂർ ജോലി അന്നത്തെ സാഹചര്യത്തിൽ നൂറ്റാണ്ടിൽ ആ ഒരു നേട്ടം ആഘോഷിച്ച ആ മാർച്ച് 8 ഇന്ന് നമ്മൾ അപ്പൊ മാർച്ചില് 2016 സംസാരിക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് ഒന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് നല്ലതായിരിക്കും അതെനിക്ക് തോന്നുന്നു. അതായത് ഇന്ന് 8 മണിക്കൂറല്ല, നമ്മുടെ വലിയൊരു ശതമാനം സ്ത്രീകൾ, അതായത് തൊഴിലാളികളായിട്ടുള്ള സ്ത്രീകൾ, അതായത് പെയ്ഡ് ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് വലിയൊരു ശതമാനം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഇൻഫോർമൽ സെക്ടറിലാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ ഇൻഫോർമൽ സെക്ടറിൽ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഫോർമൽ സെക്ടറിൽ ജോലി ചെയ്യുന്ന ഒരവസ്ഥയിലാണ് ഇന്നത്തെ സ്ത്രീകളുടെ ഒരു തൊഴിലവകാശം ചെന്ന് നിൽക്കുന്നത്. അതും വളരെ തുച്ഛമായ വേതനത്തിന്. അപ്പോൾ ആ ഇന്നത്തെ ഒരു 2016 ഈ പറഞ്ഞ ഈ സ്ത്രീകളുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾ, ഇത്തരം കാര്യങ്ങളെ നമ്മൾ ഓരോ തവണയും ഇത്തരം ഇവന്റ്സ് ആഘോഷിക്കുമ്പോൾ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്നൊരു റീതിങ്കിങ്, അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് അതിനെ കാണണം എന്നാണ് എനിക്ക് മറ്റൊരു പോയിന്റ് പറയാനുള്ളത്. അതായത് സ്ത്രീകളുടെ തൊഴിൽ ചെയ്തു തുടങ്ങുന്ന സ്ത്രീകളുടെ ചരിത്രം, അതൊരു വലിയ ചരിത്രമുണ്ട്. ഏത് ഐഡിയോളജിയെ കുറിച്ച് നിങ്ങൾ ഒരു പൊസിഷൻ എടുക്കുന്നതിന് മുമ്പ്, ഒരു തോട്ടിനെ കുറിച്ച് പൊസിഷൻ എടുക്കുന്നതിന് മുമ്പ് അത്യാവശ്യം അതിനെ കുറിച്ച് നമ്മൾ വായിക്കണം, അല്ലെ? നിങ്ങളിപ്പോ ഒരു മാർക്സിസ്റ്റ് ആണ് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ മാർക്സിസത്തെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ വായിക്കാനും അതിലപ്പുറം എവറിഡേ പ്രാക്ടീസിലൂടെ അത് കൊണ്ടുവരാനും ശ്രമിക്കും. അതുപോലെ തന്നെ ഇത്തരം ഒരു ഐഡിയോളജി എങ്ങനെയുണ്ടായി, അതിനെക്കുറിച്ച് ആരെന്ത് പറഞ്ഞു, ചരിത്രത്തിൽ ഇൻഡസ്ട്രിയലൈസേഷൻ എങ്ങനെയുണ്ടായി, എങ്ങനെ വീടും വർക്ക് പ്ലേസും രണ്ടായി മാറി, എങ്ങനെ സ്ത്രീകൾക്ക് തൊഴിൽ ചെയ്യേണ്ട ആവശ്യം വന്നു, സ്ത്രീകൾ എന്തുകൊണ്ട് സ്ത്രീകളുടെ തൊഴിൽ അൺപെയ്ഡ് ആയി മാറി. ചരിത്രത്തിൽ അങ്ങനെ ചരിത്രം തുടങ്ങിയത് അങ്ങനെയല്ല. വർക്കിന്റെ ചരിത്രത്തിൽ സ്ത്രീകളുടെ തൊഴിൽ ആദ്യം അൺപെയ്ഡ് ആയിരുന്നില്ല. ഇൻഡസ്ട്രിയലൈസേഷന്റെ ചരിത്രത്തെ കുറിച്ച് ഇപ്പോൾ നിങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വർക്കുകൾ, ഇപ്പം ആൻ ഓക്ലി ഇൻഡസ്ട്രിയലൈസേഷന്റെ ചരിത്രം, അതിനെക്കുറിച്ച് വളരെ ഭംഗിയായിട്ട് സ്ത്രീകളുടെ തൊഴിലിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഈ വേതനം ഇല്ലാത്ത ജോലി അല്ലെങ്കിൽ കുറഞ്ഞ വേതനത്തിൽ ചെയ്യുന്ന ജോലി, അപ്പൊ ആ ഒരു ചരിത്രത്തിന് മനസ്സിലാക്കി നമ്മൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഒരുപാട് പുറകോട്ട് പോവുകയാണ് ചെയ്യുന്നത്. മെജോറിറ്റി ആൾക്കാർക്ക്, സ്ത്രീകൾക്ക് വെച്ച് നോക്കുമ്പോൾ നമ്മൾ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. കുറച്ച് ആൾക്കാർക്ക് വേണ്ടി, അതായത് ഇന്നത്തെ ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഫോർമൽ സെക്ടറിലുള്ള ജോലി കുറഞ്ഞു വരുന്നു, വളരെ മാസീവായിട്ട് ഇൻഫോർമൽ സെക്ടർ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഉള്ളിൽ തന്നെ കുറഞ്ഞ വേജിന് ജോലി ചെയ്യുന്നത് ഏറ്റവും അധികം എക്സ്പാൻഡ് ചെയ്യുന്നത് ഇപ്പോൾ ടീച്ചേഴ്സ് എന്നൊരു പ്രൊഫഷൻ, പ്രൈമറി ടീച്ചേഴ്സ്, അതുപോലെ ഡൊമസ്റ്റിക് വർക്കേഴ്സ്, സ്ത്രീകൾ ഇടപെടുന്ന ജോലികളാണ്. അപ്പൊ ഇതിലാണ് ഏറ്റവും അധികം വലിയൊരു ശതമാനം സ്ത്രീകൾ എത്തിപ്പെടുന്നത്.
അപ്പോൾ അതേസമയം നിങ്ങളെ പോലെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഹയർ എഡ്യൂക്കേഷനിൽ നിന്ന് ഇറങ്ങുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷൻ, അവരുടെ വിദ്യാഭ്യാസം കൊണ്ട് ഈ സ്ത്രീകൾ എന്ത് ചെയ്യുന്നു? ഏറ്റവും അധികം പെർസെൻറ്റേജ് പുതിയ സ്റ്റഡീസ് കാണിക്കുന്നത് സ്ത്രീകളാണ് ഹയർ എഡ്യൂക്കേഷനിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം ഇന്ത്യയിൽ നേടുന്നത്. പക്ഷെ അവരൊന്നും ചെയ്യുന്നില്ല വിദ്യാഭ്യാസത്തിന് ശേഷം. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ. അതേസമയം ഹയർ എഡ്യൂക്കേഷൻ ആക്സസ് ഇല്ലാത്ത, റിസോഴ്സസ് ഇല്ലാത്ത, അൺസ്കിൽഡ് അല്ലെങ്കിൽ ഇൻഫോർമൽ സെക്ടറിൽ ജോലി ചെയ്യുന്ന ഒരു മാസീവായിട്ടൊരു സെക്ടറിൽ സ്ത്രീകളുടെ ജോലി 90% അധികം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവർ വളരെ തുച്ഛമായ വേതനത്തിനും വളരെ നീണ്ട വർക്കിംഗ് അവേഴ്സിലും വർക്കേഴ്സ് റൈറ്റ്സ് എന്ന യാതൊരു അങ്ങനെ ഒരു കൺസെപ്റ്റ് തന്നെ ഇല്ലാത്തൊരു അവസ്ഥയിലാണ് ഇന്നത്തെ ഇന്ത്യൻ എക്കോണമിയിലെ സ്ത്രീകളുടെ വർക്ക് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ഇഷ്യൂസ് ഇങ്ങനത്തെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഫെമിനിസം, ഈ ഫെമിനിസത്തിനുള്ളിൽ ആരാണ് ഇതിലെ സബ്ജക്ട്സ്, അവരുടെ വിഷയങ്ങൾ എന്താണ്, ഏത് തരത്തിലുള്ള ജീവിതമാണ് ഇന്നത്തെ സ്ത്രീകൾക്കുള്ളത്, അവരുടെ ഒരു ഹ്യൂമൻ റൈറ്റ് അല്ലെങ്കിൽ ബേസിക് റൈറ്റ്സിൻ്റെ ഒരു അവസ്ഥ എന്താണ്, ഇത്തരത്തിലുള്ള ഒരു വിഷയങ്ങളുടെ കുറേ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നതാണ്. പിന്നെ എനിക്ക് 5 മിനിറ്റ് ഒരു വലിയൊരു വിഷയം, ഒരുപാട് ചർച്ചയ്ക്ക് കൊണ്ടുവരാനുള്ള ഒരു വിഷയമാണ് സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ. അത് പ്രത്യേകിച്ച് നിങ്ങൾ ഡൽഹിയിൽ ഉണ്ടായിട്ടുള്ള നിർഭയ എന്നുള്ള ഇൻസിഡന്റിന് ശേഷവും അതിനുശേഷം നിർഭയ ഫണ്ട് എന്ന രീതിയിൽ സ്ത്രീകളുടെ വയലൻസ് അഗൈൻസ്റ്റ് വിമൻ എന്നൊരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ഒരു 2000 കോടിയോളം രൂപ അതിനുവേണ്ടി, ആദ്യത്തെ ഒരു 1000 കോടി, പിന്നെ ഒരു 1000 കോടി കൂടെ, ഇങ്ങനെ അത് വലിയൊരു തുക അതിനുവേണ്ടി നീക്കി വെച്ചിട്ടുണ്ട്. അത് എന്ത് ചെയ്യണം, എങ്ങനെ ചെലവഴിക്കണം എന്നതിനെ കുറിച്ച് തന്നെ സർക്കാരിന് വലിയ ഐഡിയ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ വിഷയങ്ങൾ കൂടി വരുന്നു. അതേസമയം നമുക്ക് നമ്മുടെ പോളിസിയിൽക്കോ നിയമങ്ങൾക്കോ എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യേണ്ടതെന്നൊരു ക്ലാരിറ്റി, ഇംപ്ലിമെന്റേഷൻ ലെവലിൽ എങ്ങനെ ഇതിനെ കൊണ്ടുവരണം എന്നൊരു ക്ലാരിറ്റി അതില്ല. അപ്പോൾ ആ ഒരു നിർഭയ ഫണ്ടിന്റെ കോണ്ടെക്സ്റ്റിൽ പ്രധാനമായിട്ടും കഴിഞ്ഞ 2-3 വർഷങ്ങളിൽ പണം ചെലവഴിച്ചൊരു ഫീൽഡാണ് ഇപ്പോൾ സ്ത്രീകളുടെ സേഫ്റ്റി ഉറപ്പാക്കാനായിട്ട് പുതിയ ആപ്പുകൾ കൊണ്ടുവരിക, അല്ലെങ്കിൽ ക്യാമറകൾ ഫിക്സ് ചെയ്യുക, അല്ലെങ്കിൽ സ്ത്രീകളെ, പെൺകുട്ടികളെ സെൽഫ് ഡിഫെൻസ് പഠിപ്പിക്കുക. ഇതിനെക്കുറിച്ചെല്ലാം നിങ്ങൾ ഒരുപാട് കോളേജ് സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനത്തെ പ്രോഗ്രാമുകളെ കുറിച്ച് കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു അത്തരമൊരു പോളിസി അല്ലെങ്കിൽ അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ്, അതിനെ ഒരു ക്രിട്ടിക് എന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു പോയിന്റിൽ അതിനെക്കുറിച്ചൊരു കമന്റ് പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് വയലൻസ് അഗൈൻസ്റ്റ് വിമൻ എന്നുള്ള ഒരു സംഭവത്തെ അഡ്രസ്സ് ചെയ്യാനായിട്ടുള്ള ഒരു സൊല്യൂഷൻ പെൺകുട്ടികൾക്ക് 10-15 ദിവസം കൊടുക്കുന്ന സെൽഫ് ഡിഫെൻസ് ട്രെയിനിങ് ആണെന്നുള്ളതിന് കംപ്ലീറ്റ്ലി എതിരായിട്ടുള്ള പൊസിഷനാണ് എനിക്കുള്ളത്. അങ്ങനത്തെ ഒന്നാമത് ഞാൻ സ്ത്രീകൾ കരാട്ടെ പഠിക്കുന്നതിനോ ആരെങ്കിലും തല്ലുന്നതിനോ എതിരൊന്നുമല്ല. അതേസമയം സ്ത്രീകൾക്ക് പെൺകുട്ടികളെ കുറച്ച് ദിവസത്തെ ട്രെയിനിങ് കൊണ്ട് പഠിപ്പിച്ച് അടിക്കുന്നവരെ തിരിച്ചടിക്കാനായിട്ട് പബ്ലിക് മണി അതിനുവേണ്ടി നമ്മുടെ ഗവൺമെൻറ് അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവിൽ ഇത്തരം ഫണ്ട് ഉപയോഗിക്കണം എന്നതിന് എൻ്റെ പ്രയോറിറ്റിയിൽ അതല്ല. അതൊരു ആ രീതിയിലൂടെയാണ് ഇത്തരം ഒരു സൊല്യൂഷൻ കാണേണ്ടതെന്നൊരു അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പം അത്തരം ഇങ്ങനത്തെ കോളേജുകളിൽ വരുമ്പോൾ അതിൻ്റെ ഒരു പൊസിഷൻ അത് ക്ലിയർ ചെയ്യുന്നതായിട്ട് ഞാനത് ആഗ്രഹിക്കുകയാണ്. അതായത് ഏറ്റവും അധികം ട്രെയിനിങ്, ജെൻഡർ സെൻസിറ്റൈസേഷൻ ആവശ്യമുള്ളത് പുരുഷന്മാർക്കാണ്, പ്രത്യേകിച്ചും ആൺകുട്ടികൾക്കാണ്. ഞാനൊക്കെ ഡൽഹിയിലൊക്കെയുള്ള ഹൈസ്കൂളുകളിലോ കോളേജുകളിലോ പോയാൽ ഒന്ന് മര്യാദയ്ക്ക് അല്ലെങ്കിൽ വളരെ വൾഗറായിട്ട് സ്ത്രീകളോട് ഡിസ്റെസ്പെക്റ്റായിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ വളരെ അബ്യൂസീവായിട്ട് ക്ലാസ്സിലെ തന്നെ പെൺകുട്ടികളോട് പെരുമാറുക, വളരെ മോശമായ രീതിയിൽ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിലാണ് അവിടെ കുട്ടികൾ, പ്രത്യേകിച്ച് ആൺകുട്ടികൾ വളരുന്നത്. അവരെ കൂടെ നിൽക്കുന്ന തന്നെ ക്ലാസ്സിലെ കുട്ടികളിൽ തന്നെ അബ്യൂസിനോ ഹാരസ്മെന്റിനോ സാക്ഷിയാവും, അല്ലെങ്കിൽ പലപ്പോഴും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ജീവിതകാലം മുഴുവനും സ്ത്രീകളോടും പെൺകുട്ടികളോടും നിങ്ങളെ എങ്ങനെ എന്തെങ്കിലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. വി ആർ ഓൾവേസ് ടീച്ചിങ് ദ ഗേൾസ് ഹൗ ടു ബിഹേവ്, what to do. We should stop doing that. And for a change,
let's give some lessons to the boys and men in the society and tell them how they should behave. എങ്ങനെയാണ് നിങ്ങൾ കുറച്ചുകൂടി ഒരു സൊസൈറ്റിയിൽ എല്ലാ തരത്തിലുള്ള പല പവർ പൊസിഷനിലുള്ള ആൾക്കാരോട് വയലന്റ് അല്ലാതെ ഒരു കുറച്ച് റെസ്പെക്ട്ഫുൾ ആയിട്ട് കുറച്ച് എന്താ പറയുക ഡിഗ്നിറ്റി ആൾക്കാരുടെ പല ലെവലുകളോട് അക്സെപ്റ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു വീട്ടിലും പുറത്തും അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിലും പബ്ലിക് സ്പേസിലും പെരുമാറാൻ പറ്റും. അങ്ങനത്തെ ബേസിക് ലെസൺസ് ഇന്ന് ഒരുപാട് ആവശ്യമുള്ളത് ആൺകുട്ടികൾക്കും പുരുഷന്മാർക്കുമാണ് എന്ന് ഞാൻ വളരെ കൃത്യമായിട്ട് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഫണ്ടും ഇങ്ങനത്തെ പോളിസിയിലും എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇന്ത്യയിൽ മൊബൈൽ ആപ്ലിക്കേഷൻസ് വെച്ചിട്ട് ആരെങ്കിലും നമ്മളെ റേപ്പ് ചെയ്യാൻ വരുമ്പോൾ അതിൽ വിളിച്ച് സഹായം ചോദിച്ച് അപ്പോഴേക്കും ആരെങ്കിലും ഒന്ന് സഹായിക്കാൻ എന്ന് വിശ്വസിച്ച് ഇന്ത്യയിൽ നമ്മൾ അങ്ങനത്തെ ഒരു ആപ്പിലൂടെയാണ് നമ്മൾ ഈ 2000 കോടി രൂപ ഉപയോഗിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു വലിയ സ്കാം ആയിരിക്കും. അത് ഏത് കോർപ്പറേറ്റ് കമ്പനിക്ക് പോകും. അത്തരം കോർപ്പറേറ്റ് കമ്പനികളെ ആര് സപ്പോർട്ട് ചെയ്യുന്നു, ആർക്ക് വേണ്ടിയാണ് ഇങ്ങനത്തെ ക്യാമറകൾ ഫിക്സ് ചെയ്യുകയും പുതിയ മൊബൈൽ ആപ്പുകൾ ഇറക്കുകയും ചെയ്യുന്നത്? അതുകൊണ്ട് ബെനിഫിറ്റ് എത്ര പേർക്കുണ്ടെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ വളരെ ക്രിട്ടിക്കലായിട്ട് തന്നെ ആലോചിക്കണം. അപ്പം അത്തരം കോർപ്പറേറ്റ് പരിപാടികൾക്ക് പുറത്തു പോയിട്ട് സാധാരണ രീതിയിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരു സെൻസിറ്റൈസേഷൻ അല്ലെങ്കിൽ ട്രെയിനിങ് അത് വളരെ ലാർജർ സ്ട്രക്ചറലായിട്ടൊരു ചേഞ്ച് വരുത്തുന്ന രീതിയിൽ ഒരു ലോങ് ടേം വിഷനോടുകൂടിയാണ് ചെയ്യേണ്ടത് എന്നാണ് എനിക്ക്. അപ്പോൾ ഇത്തരത്തിൽ ഞാൻ എൻ്റെ കൺക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ഫെമിനിസം എന്നുള്ളത് ഒരു സ്ത്രീ ഒരു സബ്ജക്റ്റിൽ നിന്ന് മാറ്റിയിട്ട് അതിനൊരു ഗോൾ, അതിനൊരു മച്ച് ലാർജർ ഗോൾ, അത് പുരുഷന്മാരുടെ ജീവിതത്തെ മുഴുവനായിട്ട് മാറ്റേണ്ട ഒരവസ്ഥ. അതായത് വീടിൻ്റെ ഉള്ളിലാണെങ്കിലും സ്ത്രീകൾ ജോലി ചെയ്യുന്ന സ്ത്രീകളാണെങ്കിൽ അത് അവർ ഏൺ ചെയ്യുന്നവരാണെങ്കിൽ സ്ത്രീകളും പുരുഷന്മാരും, അതായത് പുരുഷന്മാർ പണ്ട് അതായത് ബ്രെഡ് വിന്നർ മോഡൽ വാട്ട് എവർ ഇറ്റ് ഈസ്, അത് അങ്ങനത്തെ ഒരു വീട്ടിലേക്ക് ജോലി ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു റോൾ പുരുഷന്മാർക്ക് കൊടുത്തിരുന്ന ഒരു കാലം കഴിഞ്ഞു പോയി എന്നാണ്. ഇന്ന് ഒരുപാട് സ്ത്രീകൾ മാത്രമായിട്ട് നടത്തുന്ന വീടുകളുണ്ട്, സ്ത്രീകൾ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരുണ്ട്, എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ ആ ഒരു സിസ്റ്റം മാറിയ സ്ഥിതിക്ക് വീട്ടുജോലി അൺപെയ്ഡ് ജോലി എന്നുള്ളതിൻ്റെ ഇത് കുറയ്ക്കും. ആ സ്ത്രീകളുടെ റോൾ മാത്രമല്ല അങ്ങനെ ചെയ്യുന്നത് തന്നെ ഒരു പെയ്ഡ് ജോബാക്കി മാറ്റുക. അതേസമയം തന്നെ വീട്ടിനുള്ളിൽ എങ്ങനത്തെ റിവേഴ്സിൽ പുറത്തെ റോൾ വരുന്നോ അതേ റോൾ റിവേഴ്സിൽ വീടിനുള്ളിൽ നിന്ന് തുടങ്ങുക. അങ്ങനത്തെ ഒരു മാറ്റത്തിലൂടെ ഒരു വലിയൊരു സെൻസിറ്റൈസേഷൻ പുരുഷന്മാർക്ക് അവരുടെ ജീവിതത്തിൽ ആവശ്യമുണ്ട്. അങ്ങനത്തെ ഒരു റോൾ ചേഞ്ചിനും അങ്ങനത്തെ ഒരു പൊളിറ്റിക്സിനും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ പുരുഷന്മാരും സ്ത്രീകളും ചേർന്ന് നടത്തുന്ന ഒരു സിസ്റ്റത്തിൻ്റെ ഒരു ലാർജർ ചേഞ്ചിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഒരു ഫെമിനിസ്റ്റ് പൊളിറ്റിക്സിലും കാണാൻ കഴിയണം. അപ്പോൾ ആ ഒരു ഡിബേറ്റിലേക്കുള്ളൊരു സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ വേണം, ചെറിയ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ വേണം നമ്മൾ ഇങ്ങനത്തെ ചർച്ചകളിൽ ഇന്നത്തെ ഒരു പുതിയ കോണ്ടെക്സ്റ്റിനെ കാണാനായിട്ട്. അതിൽ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർക്കും പ്രായമായവർക്കും ആണും പെണ്ണും എന്നില്ലാതെ ഇങ്ങനത്തെ ഒരു സോഷ്യൽ സ്ട്രക്ചറിൻ്റെ ഒരു ചേഞ്ചിലേക്ക് ഒരു പുതിയ ഒരു പെർസ്പെക്റ്റീവിലൂടെ ഒരു ഫെമിനിസ്റ്റ് ഡിബേറ്റിനെ കൊണ്ടുവന്ന രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക്സ്.